ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷ സദ്വാർത്ത 80-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഉയർപ്പിന് ശേഷമുള്ള 2-ാം ഞായറാഴ്ച. സുവിശേഷ ഭാഗമായി സഭ നമുക്ക് തരുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനഭാഗം. അത്ഭുതകരമായ മത്സ്യബന്ധനത്തെക്കുറിച്ചാണ് ഇവിടെ നാം കാണുക. ഉദ്ധിതനായ യേശു ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും പ്രത്യക്ഷപ്പെടുന്ന അനേകം സംഭവങ്ങൾ സുവിശേഷങ്ങളിലൂടെ നാം വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 2 പ്രാവശ്യം യേശു പ്രത്യക്ഷപ്പെടുന്നു. മർക്കോസും ലൂക്കായും 3 പ്രത്യക്ഷങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നു. വിശുദ്ധ യോഹന്നാനാകട്ടെ ഉദ്ധിതനായ യേശുവിന്റെ 4 വ്യത്യസ്തങ്ങളായ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനഭാഗത്ത് യേശു തിബേരിയസ് കടൽ തീരത്ത് വെച്ച് തന്റെ 7 ശിഷ്യന്മാർക്ക് പ്രത്യേകമായി പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് നാം പരിചിന്തനം ചെയ്യുന്നത്. കർത്താവായ യേശുവിന്റെ മരണം അവിടെയുള്ള ആ സമൂഹത്തിൽ മുഴുവൻ പലതരത്തിലുള്ള നിസ്സംഗത ഉണ്ടാക്കി. താൻ രക്ഷകനാണെന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവായ യേശു രക്ഷയുടെ വലിയ സുവിശേഷം അറിയിച്ചുകൊണ്ട് കടന്നു വന്നു. പക്ഷെ അവിടെ നിന്ന് പ്രവചിച്ചതുപോലെ തന്നെ തന്റെ പ്രതിയോഗികൾ കുരിശിൽ തൂക്കി. എന്നാൽ യേശു പ്രവചിച്ചതുപോലെ 3-ാം ദിവസം അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇതൊരു സത്യമാണ് എന്ന് അവർക്ക് ബോധ്യമാകുമാറ് യേശു വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. മഗ്ദലന മറിയത്തിനും അപ്പസ്തോല കൂട്ടായ്മയ്ക്കും തോമസിനോട് ചേർന്നും തോമസ് ഇല്ലാതെയും ഉള്ള പ്രത്യക്ഷപ്പെടലുകൾ നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചിന്തനം ചെയ്യുകയുണ്ടായി. ഇന്ന് കർത്താവായ യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം അപ്പസ്തോലന്മാര് ഇനി മുന്നോട്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അവർ ഒരുമിച്ച് കൂടി പത്രോസിന്റെ നേതൃത്വത്തിൽ 7 പേര് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പത്രോസ് അവരോട് പറയുന്നു, ഞാൻ മീൻ പിടിക്കുവാൻ പോവുകയാണ്. മനുഷ്യരെ പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അടുപ്പിച്ച യേശു തന്റെ വാക്ക് അനുസരിച്ച് മനുഷ്യരെ പിടിക്കുവാനുള്ള ദൗത്യത്തിലേക്ക് അവരെ ആനയിക്കുന്നതിന് മുമ്പ് തന്നെ പത്രോസ് തന്റെ പഴയ പണിയിലേക്ക് തിരിച്ചു പോകുന്നു. തന്റെ കൂടെ മറ്റ് 6 ശിഷ്യന്മാർ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19-ാം തിരുവചനത്തിലും മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം തിരുവചനത്തിലും ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം തിരുവചനത്തിലും ശിഷ്യന്മാരെ യേശു മത്സ്യബന്ധന പശ്ചാത്തലത്തിൽ വിളിച്ചടുപ്പിക്കുമ്പോൾ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാകാം. അപ്രകാരം യേശുവിന്റെ പിന്നാലെ പോയ അവർക്ക് ഇനി തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ കൈവരികയാണ്. അങ്ങനെ അവർ മത്സ്യബന്ധനത്തിനായി പോകുന്നു. അതിന്റെ സ്ഥലം തിബേരിയസ് കടൽ തീരമാണ്. തിബേരിയസ് കടൽ തീരം എന്ന് പറഞ്ഞാൽ അതിന് മറ്റു പേരുകളുണ്ട്. ഗനേസരത്ത് തടാകം, അതുപോലെ ഗലീലി കടൽ എന്ന പേരിലൊക്കെ ഈ തടാകം അല്ലെങ്കിൽ കടൽ അറിയപ്പെടും. കർത്താവായ യേശുവിന്റെ പരസ്യ ജീവിത പ്രവർത്തനങ്ങൾ മിക്കവാറും ഈ ഗലീലി പ്രദേശത്താണ്, ഈ തടാകത്തിന് ചുറ്റുമാണ് നടന്നിട്ടുള്ളത്.
അങ്ങനെയുള്ള ഈ ഗനേസരത്ത് തടാകത്തിന്റെ അടുത്താണ് ഇന്ന് നാം വിവരിക്കുന്ന സംഭവം. AD 17-നും 22-നും ഇടയ്ക്ക് ഹെർമദേസ് അന്തിപ്പാസ് പണി കഴിപ്പിച്ചതാണ് തിബേരിയൂസ് പട്ടണം. ഗലീലിയുടെ തലസ്ഥാനം ആയിട്ടാണ് തിബേരിയൂസ് പട്ടണം അറിയപ്പെടുക. അത് ഗലീലിയ കടലിന്റെ തീരത്ത് തന്നെ. അവിടെ മത്സ്യബന്ധനത്തിന് പോയ പത്രോസിനും കൂട്ടർക്കും രാത്രി മുഴുവൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടും ഒന്നും ലഭിക്കാത്ത ഒരവസ്ഥ. മത്സ്യബന്ധനത്തിൽ വിദഗ്ധരായ അവർക്ക് അന്ന് രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല. ഇതുപോലൊരു അനുഭവം ലൂക്കാസ് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്ത് ഇപ്രകാരം പത്രോസും കൂട്ടരും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. അവിടെ യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസിന്റെ പടവിൽ കയറിയിട്ട് അല്പം കൂടി ആഴമുള്ള സ്ഥലത്തേക്ക് പടവ് നീക്കിയിടുവാൻ പറഞ്ഞു. എന്നിട്ട് ഈ ആഴങ്ങളിലേക്ക് വലയിറക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് അത് അംഗീകരിച്ച് അപ്രകാരം ചെയ്തു. അവിടെ പത്രോസിന് ലഭിച്ചത് വലിയ അത്ഭുതകരമായ മത്സ്യബന്ധനം. അവിടെ വെച്ച് ഞാൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീഴുന്നു നാം കാണുന്നുണ്ട്. പക്ഷെ യേശു അവനെ ബലപ്പെടുത്തി, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് അവനെ വിളിച്ചെടുപ്പിച്ചിരിക്കുന്നതും അവന്റെ ആദ്യത്തെ ശിഷ്യന്മാരൊക്കെ യേശുവിന്റെ പിന്നാലെ പോകുന്നതും നാം കാണുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വേദഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗത്ത് ഇപ്രകാരം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മത്സ്യങ്ങൾ ലഭിക്കാതെ നിൽക്കുന്ന അപ്പസ്തോലന്മാരുടെ അടുത്ത് യേശു പ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. യേശു വന്ന് കടൽക്കര നിന്നു. പക്ഷെ അത് യേശുവാണ് എന്നവർക്ക് മനസ്സിലായില്ല. മത്സ്യം വാങ്ങുവാൻ വന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുമാറ് യേശു അവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? അവർ പിടിച്ച മത്സ്യം വാങ്ങിക്കുവാൻ വന്ന ആള് ആണെന്ന് തോന്നിക്കുമാറ് യേശു അവരോട് അവർ പിടിച്ച മത്സ്യം ആവശ്യപ്പെടുകയാണ്. അവരുടെ ഉത്തരം വളരെ കൃത്യമാണ്, ഇല്ല എന്നവർ മറുപടി പറഞ്ഞു. അവരുടെ പക്കൽ മത്സ്യമില്ല എന്നവർ ഏറ്റുപറയുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. മത്സ്യം വാങ്ങുവാൻ വന്ന ഒരു മനുഷ്യൻ മത്സ്യബന്ധനത്തിൽ വിദഗ്ധരായ മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ പടവിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ അത് വിശ്വസിച്ച് വലയിടുകയാണ്. യേശുവാണെന്ന് അറിഞ്ഞില്ലെങ്കിലും യേശുവിന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കിയ പത്രോസും കൂട്ടൻ. അവർക്ക് ലഭിച്ചതോ വല കീറുമാറ് മത്സ്യം, സമൃദ്ധമായ മത്സ്യക്കൊയ്ത്ത്. ആ സമയത്ത് യേശുവെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. യേശുവിനെ തിരിച്ചറിയുവാനുള്ള ഉൾക്കാഴ്ച ലഭിച്ചവൻ. പത്രോസിനോ മറ്റുള്ള ശിഷ്യന്മാർക്കോ ലഭിക്കാത്ത യേശു ആരാണെന്നൊരു വെളിപ്പെടുത്തൽ മനസ്സിലാക്കി കൊടുക്കുന്ന ലഭ്യമാകുന്ന ഒരു ശിഷ്യൻ. കർത്താവ് ഇതുപോലെ തന്നെ അന്ത്യത്താഴ വേളയിൽ തന്നെ ഒരാൾ ഒറ്റിക്കൊടുക്കും എന്ന് പറയുമ്പോൾ അതാരാണെന്ന് ചോദിക്കുവാൻ പത്രോസ് നിയോഗിക്കുന്നത് ഈ ശിഷ്യനെയാണ്. കർത്താവായ യേശുവിന്റെ അടുക്കൽ അവന്റെ വക്ഷത്തിൽ തലവെച്ച് കിടന്നുകൊണ്ട് കർത്താവിന്റെ ഉൾവിചാരങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിവുള്ള ഈ ശിഷ്യനോട് പത്രോസ് പറയുകയാണ്, ആരാണ് അവനെ ഒറ്റിക്കൊടുക്കുന്നത് ചോദിക്കുക എന്ന്. ആ ശിഷ്യൻ ഇവിടെ വെച്ച് കർത്താവിന്റെ ആ വ്യക്തിത്വം മനസ്സിലാക്കുകയാണ്. പത്രോസിനോട് പറയുകയാണ്, ഇത് കർത്താവാണ്. അത് കർത്താവാണ് എന്ന് കേട്ട നിമിഷം പത്രോസ് നഗ്നനായി ആയിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉറങ്കുപ്പായം എടുത്തിട്ട് കടലിലേക്ക് ചാടിയെന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുക.
കടലിലേക്ക് എടുത്തു ചാടുന്ന പത്രോസ്, അവൻ നഗ്നനായ അവസ്ഥ. നഗ്നത എന്നുള്ളത് പാപത്തിന്റെ പര്യായമായി ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവർക്കുണ്ടായ അനുഭവം നഗ്നതയുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് അവർ ഇലകൾ പറിച്ച് നഗ്നത മറച്ചത്. നഗ്നത മനുഷ്യന്റെ പാപത്തിന്റെ ഒരു പരിണിത ഫലമാണ് ആ അനുഭവം. ഇവിടെ പത്രോസ് തന്റെ ഇല്ലായ്മയെക്കുറിച്ച്, തന്റെ പാപത്തെക്കുറിച്ച്, തന്റെ അവസ്ഥയെക്കുറിച്ച് അംഗീകരിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവന്റെ നഗ്നത മറയ്ക്കുവാൻ അവൻ പുറംകുപ്പായം എടുത്തിട്ടു എന്ന് സുവിശേഷകൻ മനോഹരമായി ഇവിടെ അവതരിപ്പിക്കുന്നു. ഇതിന്റെ തത്തുല്യമായ അവതരണത്തിൽ ലൂക്കാസ് സുവിശേഷകൻ തന്റെ പാപാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് യേശുവിന്റെ അടുക്കൽ, കർത്താവേ, ഞാൻ പാപിയാണ്, നീ എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറയുന്നത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ പത്രോസിന്റെ യഥാർത്ഥ പാപ അവസ്ഥ, ദൈവത്തിന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള അവന്റെ അയോഗ്യത, അവൻ ഏറ്റുപറയുന്ന അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന ഒരു മനോഭാവം, യേശുവിന്റെ വ്യക്തിത്വവും യേശുവിന്റെ ശുദ്ധതയും ദൈവത്വവും അംഗീകരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം. മറ്റു ശിഷ്യന്മാര് മീൻ നിറഞ്ഞ വലയും വലിച്ച് വള്ളത്തിൽ തന്നെ യേശുവിന്റെ അടുക്കിലേക്ക്, കരയിലേക്ക് വരികയാണ്. അവർ കരയിൽ നിന്നും 200 മുഴത്തിലധികം ദൂരത്തല്ലായിരുന്നു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. അവർ എല്ലാവരും കൂടി കരയ്ക്കിറങ്ങിയപ്പോൾ കാണുന്നത് കർത്താവായ യേശു അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കുന്നതാണ്. അവന്റെ കയ്യിൽ അപ്പമുണ്ട്, അവന്റെ കയ്യിൽ മത്സ്യമുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന അപ്പവും മത്സ്യവും ചേർത്ത് വെച്ച് അവൻ അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം നാം കാണുന്നുണ്ട്. അവിടെ ഒരു ബാലന്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മത്സ്യവും കർത്താവായ യേശു വാങ്ങി അതിനെ വാഴ്ത്തി ശുദ്ധീകരിച്ച് 5000 പേർക്ക് വിളമ്പുന്ന ഒരു അനുഭവം നാം കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ അവതരണത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണെന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ, ദൈവശാസ്ത്രജ്ഞന്മാര് ഈ വേദഭാഗത്തെ കുറിച്ച് പറയുക. സഭാപിതാക്കന്മാര് ഇതിന് യൂക്കറിസ്റ്റിക് ടെസ്റ്റ്, വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള വേദഭാഗം എന്നാണ് പറയുക. അവിടെ അപ്പവും മത്സ്യവും വിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഇവിടെയും കർത്താവ് ഒരുക്കുന്ന പ്രാതല് അപ്പവും മത്സ്യവുമാണ്. അത് ശിഷ്യന്മാർ കണ്ടു. പക്ഷേ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവേൻ. യേശു അവർക്ക് കൊടുക്കുവാൻ പോകുന്ന പ്രാതലിൽ അവരുടെ അധ്വാന ഫലം കൂടി ചേർത്ത് വയ്ക്കണം. വളരെ മനോഹരമായ രീതിയിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ കർത്താവ് ദൈവത്തിന്റെ പ്രവർത്തനവും മനുഷ്യരുടെ കൂട്ടുപ്രവർത്തനവും അവതരിപ്പിക്കുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ ഉണ്ടായിരുന്ന 6 കൽഭരണികളിൽ അവർ പരിചാരകർ വെള്ളം കോരി നിറച്ചപ്പോഴാണ് അതിനെ വീഞ്ഞാക്കി പകർത്തി അവർക്ക് കൊടുത്തത്. കർത്താവിന് വേണമെങ്കിൽ ആ കിണറ്റിലെ വെള്ളം മുഴുവൻ വീഞ്ഞാക്കി പകർത്തുവാൻ കഴിവുണ്ട്. പക്ഷേ അവൻ അവരോട് പറഞ്ഞു, തന്റെ മാതാവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. അവൻ പറഞ്ഞു, അവിടെയുള്ള കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക. അവർ കോരി നിറച്ചു. യേശു അതിനെ മേത്തരം വീഞ്ഞാക്കി മാറ്റി. വീണ്ടും 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ അടുക്കലേക്ക് വരുന്ന ജനത്തെ കണ്ട് മനസ്സലിഞ്ഞ് യേശുവിന്റെ അടുക്കൽ യേശു അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാര് അവരുടെ പ്രത്യേകമായ അവസ്ഥ, അവരുടെ നിസ്സഹായത അവതരിപ്പിക്കുന്നു. യേശു ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര മത്സ്യമുണ്ട്? അവർ അവിടെ പരതി ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മത്സ്യവും ഉണ്ടെന്ന് പറഞ്ഞു. കൊണ്ടുവരുവാൻ യേശു പറഞ്ഞു. ആ അപ്പവും മത്സ്യവും ചേർത്ത് വെച്ചിട്ട് 5000 പേരെ തീറ്റി തൃപ്തിയാക്കിയ യേശുവിന്റെ അത്ഭുത പ്രവർത്തനം നാം കണ്ടതാണ്. മിച്ചം വന്നത് 12 കുട്ടകളിലായി ശേഖരിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഇഡാക്കെ എന്ന് പറയുന്ന ആദ്യകാല അപ്പസ്തോല പഠനത്തില് 2-ാം നൂറ്റാണ്ടിന്റെ ആ പുസ്തകത്തിൽ വിശുദ്ധ കുർബാനയുടെ സൂക്ഷിപ്പായിട്ട് പിതാക്കന്മാര് അവതരിപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ് അപ്പവും മത്സ്യവും എന്ന് ബൈബിൾ പശ്ചാത്തലത്തിൽ നാം വ്യാഖ്യാനിക്കുകയാണ്. ഇവിടെ അതുപോലെ തന്നെ 3-ാമത്
സംഭവമായി നാം കാണുന്നത് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. ലാസറിന്റെ കല്ലറയിങ്കൽ ചെല്ലുന്ന യേശു അവരോട് പറഞ്ഞു കല്ലുരുട്ടി മാറ്റാൻ. അവർ കല്ലുരുട്ടി മാറ്റിയപ്പോൾ യേശു ലാസറിനോട് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അവിടെ നിന്നവർ മനുഷ്യരുടെ അധ്വാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ ദൈവിക പ്രവർത്തനം. വീണ്ടും ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് അവർക്ക് വേണ്ടി പ്രാതലൊരുക്കുന്ന യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ പിടിച്ച മത്സ്യത്തിൽ കുറച്ചുകൂടെ കൊണ്ടുവരിക. അവരുടെ അധ്വാന ഫലവും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ അത്ഭുതമായിട്ട് അത് മാറും. അവിടെയാണ് വിശുദ്ധ കുർബാനയായി അത് മാറുക. കർത്താവ് അവർ പിടിച്ച മത്സ്യം കൂടി ചേർത്ത് വെച്ച് പ്രാതലൊരുക്കുകയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ശിമിയോൻ പത്രോസ് വള്ളത്തിൽ കയറി മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. പത്രോസ് വള്ളത്തിൽ കയറി വല വലിച്ചു കയറ്റി. വല എന്ന് പറയുന്നത് സഭയുടെ പ്രതീകമാണ്. ഇത്രമാത്രം മത്സ്യം അതിൽ കടന്നിട്ടും ആ വല കീറിയിരുന്നില്ല എന്ന് സുവിശേഷൻ പറയുന്നു. സഭയുടെ അഖണ്ഡതയെക്കുറിച്ച്, സഭയുടെ നിലനിൽപ്പിനെ കുറിച്ച് ഉള്ള വലിയൊരു ദർശനമാണ് ഈ വേദഭാഗത്തോട് കിട്ടുക. അത് കീറാത്ത വലയാണ്. കർത്താവിന്റെ അങ്കി പോലെ തന്നെ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടതാണത്. കീറാത്ത വല എന്നുള്ളത് സഭയുടെ അഖണ്ഡതയെ സൂചിപ്പിക്കുന്നതാണ്. വീണ്ടും ഇപ്രകാരം വല വലിച്ച് പത്രോസാണ് അതിന്റെ ആ വല വലിച്ചു കയറ്റുക. പത്രോസിന്റെ പരമാധികാരവും നേതൃത്വവുമാണ്. പത്രോസ് തന്നെ മറ്റുള്ളവർ വലിച്ചു കൊണ്ടുവന്ന ആ വല ഇറങ്ങി വലിച്ചടിപ്പിച്ചു എന്ന് പറയുക. അതുപോലെ അത് വലിച്ചു കൂട്ടി എന്നുള്ളതിന്, അവർ ചേർത്തു എന്നുള്ളതിന് ഒരു ദൈവശാസ്ത്ര വ്യാഖ്യാനമുണ്ട്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. ഈ ആകർഷണത്തിന് തുല്യമായ രീതിയിൽ ഈ വല വലിച്ച് അടുപ്പിക്കുകയാണ്, കർത്താവിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ ആ തീരത്തോടടുത്ത ആ വലിച്ചു കയറ്റിയ വലയിലെ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. സഭയുടെ സാർവത്രികതയെ സൂചിപ്പിക്കുന്നതാണെന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. ഇത്രയും അധികം മത്സ്യമുണ്ടായിട്ടും കീറാത്ത വല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവേ. ശിഷ്യന്മാര് ആരും യേശു ആരാണെന്ന്, ആ നിൽക്കുന്ന മനുഷ്യൻ ആരാണ് എന്ന് ചോദിക്കുവാൻ മുതിർന്നില്ല. കാരണം അവർ അറിഞ്ഞിരുന്നു അത് കർത്താവാണെന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. തന്റെ അത്ഭുതകരമായ ഈ പ്രവർത്തനത്തില് അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി വിളമ്പുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർ യേശു ആരാണെന്ന് വീണ്ടും ചോദിച്ചില്ല. ലൂക്കായുടെ സുവിശേഷത്തില് എമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോടൊത്ത് നടന്ന യേശു എമാവൂസിലെത്തി. അവിടെ സന്ധ്യയായപ്പോൾ അവർ ഒരുമിച്ച് ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. പ്രാണപതനരായിരുന്ന അവര് സന്തോഷവാന്മാരായി മാറി. യേശുവാണെന്ന് തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പ്രാതല് ഒരുക്കിക്കൊടുത്ത യേശുവിന്റെ വലിയ പ്രവർത്തനം, അത് കർത്താവിന്റെ വലിയ പ്രവർത്തനമായിട്ട് ശിഷ്യന്മാര് മനസ്സിലാക്കുകയാണ്. ഇപ്രകാരം വിശുദ്ധ കുർബാനയുടെ പ്രതീകമായിട്ട് ഈ പ്രാതലിനെ നമുക്ക് കാണുവാൻ പറ്റും. അവരുടെ കണ്ണുകൾ, ആത്മീയമായ കണ്ണുകൾ തുറക്കപ്പെട്ടു. യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. അവർ വീണ്ടും യേശു ആരാണെന്ന് ചോദിച്ചില്ല. ഇവിടെ നാം കാണുന്നത് ഈ പ്രാതൽ യേശു തന്നെ വിളമ്പുകയാണ്. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലും ഈ അപ്പവും മത്സ്യവും വിളമ്പുന്നയാൾ യേശു തന്നെ. വിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകമാണിത്. അവിടെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത കാണുകയാണ്. യേശു തന്നെ അവർക്ക് അത് വീതിച്ചു കൊടുക്കുന്നു. നമ്മൾ പറയുന്നുണ്ട്, എവിടെ വിശുദ്ധ കുർബാനയുണ്ടോ അവിടെ സഭയുണ്ട്, എവിടെ ദൈവവചനമുണ്ടോ അവിടെ സഭയുണ്ട്. സഭാപിതാക്കന്മാരുടെ ദർശനമാണിത്. ഒരു സഭയെ സഭയാക്കുന്നത് ദൈവത്തിന്റെ വചനവും വിശുദ്ധ കുർബാനയുമാണ്. ഈ കുർബാനയുടെ വലിയ പ്രതീകമായ ഈ അപ്പം മുറിക്കല് അവിടുന്ന് അവർക്ക് കൊടുത്തു, വിളമ്പിക്കൊടുത്തു എന്ന് പറയുന്നത് ഈ കുർബാനയിലേക്കുള്ള അവരുടെ കർത്താവിന്റെ വലിയ ക്ഷണമാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നാം വായിക്കുമ്പോൾ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്
ഈ സുവിശേഷത്തിന്റെ 1-ാം വാക്യവും 14-ാം വാക്യവും പ്രത്യേകമായി നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ പറയുന്നു, ഇതിനുശേഷം യേശു തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 14-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. യേശു തന്റെ ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ വേദഭാഗം 2-3 കാര്യങ്ങൾ നമ്മുടെ പരിചിന്തനത്തിനായി സഭ നമുക്ക് സുവിശേഷങ്ങളിലൂടെ തരികയാണ്. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചത് മത്സ്യബന്ധനത്തിന് വേണ്ടിയായിരുന്നു, മനുഷ്യരെ പിടിക്കാനായിരുന്നുവെങ്കിൽ അവർ എന്തൊന്ന് വിട്ട് ഏത് തൊഴിൽ വിട്ട് യേശുവിനെ പിൻചെന്നോ ആ തൊഴിലിലേക്ക് തിരിച്ചു പോകുവാൻ പാടില്ല. അവർ മത്സ്യബന്ധനത്തിന് പകരം മനുഷ്യബന്ധനത്തിലേക്ക് മാറണം. യേശു അത്ഭുതകരമാം വിധം അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് താൻ ഉദ്ധിതനായ യേശുവാണെന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. സഭയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് പത്രോസിനെ ശക്തിപ്പെടുത്തുന്നു. പത്രോസിന്റെ പാപാവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യം അവന് കൊടുക്കുന്നു. പക്ഷേ അവനെ പിടിച്ചുയർത്തുന്ന യേശുവിനെ നാം കാണുന്നു. അവനോട് ചേർന്ന് തന്റെ ശിഷ്യന്മാരും ഒരുമിച്ച് വരുമ്പോൾ മനുഷ്യരുടെ പ്രയത്നം ദൈവത്തിന്റെ ആ വിശുദ്ധിയോടും ശക്തിയോടും ചേർത്ത് വയ്ക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ള വലിയ ചിന്തയിലേക്ക് നമ്മൾ ഉറപ്പിക്കുന്നു. അതുപോലെ തന്നെ സാർവത്രികമായ സഭയില്, അതിന് അഖണ്ഡമായ സഭയില് എപ്പോഴും ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള വലിയ ചിന്ത തന്നുകൊണ്ടാണ് ഇന്നത്തെ വേദഭാഗം അവസാനിക്കുക. സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിന്റെ ഈ സുവിശേഷം പ്രചോദനമേകട്ടെ. കർത്താവിന്റെ ഈ സുവിശേഷത്തിൽ നാം വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ദൗത്യത്തിൽ നാം പങ്കുചേർന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെ ശക്തിപ്പെടുന്ന ഒരു വലിയ ക്രിസ്തീയ സമൂഹത്തിന്റെ പരിചാരകരായി തീരുവാൻ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ നമുക്ക് അടുത്തു നിൽക്കാം. അതുപോലെ തന്നെ സഭയുടെ അംഗങ്ങളായിരുന്നുകൊണ്ട് ആ പത്രോസ് വലിച്ചു കയറ്റിയ വലയില് 153 മത്സ്യങ്ങളുള്ളതുപോലെ ആ സാർവത്രികമായ സഭയില് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ചിന്തകൾ വെച്ചുകൊണ്ട് ഈ ഉയർപ്പിന് ശേഷമുള്ള 2-ാം ഞായറാഴ്ച നമുക്ക് ആചരിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.